മന്ത്രി വീണ ജോർജിനെതിരെ ഏതാനും ദിവസങ്ങളായി പ്രത്യേകമായി അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളൊന്നും കേരളത്തിൽ പുതിയ കാര്യം അല്ലെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അത് തുടക്കം മുതലേ അങ്ങനെയാണെന്ന് പറയാം. പക്ഷേ ഇലക്ഷൻ എടുത്ത സമയത്ത് അത് കുറേ കൂടി ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ പ്രതിഷേധങ്ങളിൽ പൂർണ്ണമായും ജനാധിപത്യ മര്യാദ ലംഘിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അത് ശാരീരികമായ അക്രമത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നുണ്ടായ സംഭവം, ഞാൻ പറഞ്ഞതുപോലെ പ്രതിഷേധത്തിന് ആരും എതിരല്ല. ആ പ്രതിഷേധം ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മുൻപൊരിക്കലും ഇല്ലാത്തവണ്ണം മന്ത്രിയെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന, രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിന് ശാരീരികമായി തന്നെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെ അതിശക്തമായിട്ട് അപലപിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ഇതിനെ അതിശക്തമായി അപലപിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരുപക്ഷെ സതീശൻ്റെ ഈ യാത്രക്ക് വേണ്ടത്ര സ്വീകാര്യതയോ ശ്രദ്ധയോ കിട്ടാതെ ഒരു വിഭജന യാത്ര എന്ന് അതിനിപ്പോൾ തന്നെ പേര് വന്നു. പുതുയുഗ യാത്ര എന്നൊക്കെ പേരിട്ടെങ്കിലും സമൂഹത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള യാത്രയാണ് എന്ന് പേര് വന്നു. അപ്പോൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് അറിയില്ല.